നമസ്കാരം. വാഗ്മിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു പ്രസംഗ വിഷയം എങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളതിനെ. ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പ്രസംഗിക്കാൻ ക്ഷണിക്കപ്പെടുന്നതെങ്കിൽ ഇത് ബാധകമല്ല. ആ വിഷയം തന്നെ. അതല്ല, നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് വിഷയം തിരഞ്ഞെടുക്കാൻ എങ്കിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം, നമുക്കിഷ്ടമുള്ളത്, നമുക്ക് താല്പര്യമുള്ളത്, നമുക്ക് പ്രാഥമികമായ അറിവെങ്കിലും ഉള്ളത്, അങ്ങനത്തെ വിഷയം വേണം നമ്മൾ തിരഞ്ഞെടുക്കാൻ. അല്ലാതെ നമുക്കൊന്ന് നമ്മുടെ കുറച്ച് അറിവ് പ്രകടിപ്പിക്കാം എന്നൊക്കെ വിചാരിച്ച്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ കുറച്ചുകൂടെ ഒന്ന് വലിയൊരാളാകാം എന്നൊക്കെ ഉള്ള താല്പര്യം മുൻനിർത്തി നമ്മൾ വിഷയങ്ങൾ തിരഞ്ഞെടുക്കരുത്. നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്, നമുക്ക് എങ്ങനെ പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് കൂടുതൽ ആത്മവിശ്വാസം ഉള്ളത്, ഈ നമുക്ക് താല്പര്യം ഉണ്ടായാൽ മാത്രം പോരാ, കേൾക്കുന്നവർക്കും താല്പര്യം വേണം, ഇല്ലേ? നമ്മൾ ഒരു വിഷയത്തിൽ നമ്മൾ വലിയ താല്പര്യത്തോടുകൂടി സംസാരിക്കും, കേൾക്കുന്നവർക്ക് ഒരു താല്പര്യം ഇല്ലെങ്കിലും അപ്പൊ ജനങ്ങളുടെ ആ സദസ്യരുടെ ഒരു താല്പര്യം എന്താണ് എന്നുള്ളതും കൂടി, അത് എങ്ങനത്തെ സദസ്യരായിരിക്കും, ഏത് വിഭാഗത്തിലുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണ്, ഡെമോഗ്രഫി ഒക്കെ നോക്കിയിട്ട് അപ്പൊ ഏത് തരത്തിലുള്ള ആൾക്കാരാണ് ഈ ചടങ്ങിൽ നമ്മുടെ പ്രസംഗം കേൾക്കാൻ വരാൻ സാധ്യതയെന്ന് മുൻകൂട്ടി മനസ്സിലാക്കിയിട്ട് അവർക്കും കൂടി താല്പര്യമുള്ള ഒരു വിഷയം നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് സ്വയം ഇങ്ങനെ ചോദ്യം ഉത്തരത്തിൽ കൂടെ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അത് ശരിയാമോ, ഇത് ശരിയാമോ, അങ്ങനെ. പിന്നെ നമ്മുടെ സുഹൃത്തുക്കൾ, ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ, അങ്ങനെ നമ്മുടെ അഭ്യുദയകാംക്ഷികൾ, അവരൊക്കെ ചർച്ച ചെയ്യാം. ഈ വിഷയമാണെങ്കിൽ എങ്ങനെയായിരിക്കും, അത് നന്നാവുമോ എന്നൊക്കെ നോക്കാം. പിന്നെ റെഫർ ചെയ്യാം. നമുക്ക് പുസ്തകങ്ങൾ, ഈ വിഷയത്തെ കുറിച്ചാണ് പ്രത്യേകിച്ച് എന്തൊക്കെയാണ് പുസ്തകങ്ങൾ ഉള്ളത്, ഇതിനെക്കുറിച്ച് പ്രത്യേക പ്രസിദ്ധീകരണങ്ങളുണ്ടോ, അതുപോലെ നമ്മൾ ഇന്റർനെറ്റിൽ നിന്നും ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടൊക്കെ നമുക്ക് എന്തെല്ലാം വിവരങ്ങൾ ഇതിനെക്കുറിച്ച് കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡയറിയിൽ കുറിച്ച് വെക്കുന്ന ഒരു സ്വഭാവം വളർത്തിയെടുക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പ്രത്യേകം നേരത്തെ നോട്ട് ചെയ്തിട്ടുള്ളതാണോ, നമ്മുടെ ഡയറിയിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ എന്നും കൂടി നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് കുറിച്ചെടുക്കാം. അതുപോലെ തന്നെ ഈ ഒരു പ്രസംഗം കൂടുതൽ ഫലവത്താവണമെങ്കിൽ അതോടൊപ്പം നമുക്ക് കുറച്ച് ഉദ്ധരണികൾ, കൊട്ടേഷൻസ്, അതുപോലെ കഥകൾ, സ്റ്റോറീസ്, അതുപോലെ ഹ്യൂമർ, നമ്മുടെ കുറച്ച് ഫലിതങ്ങളൊക്കെ അതിനകത്ത് മേമ്പടിയായിട്ട് നമ്മൾ ചേർക്കണം. അതുപോലെ തന്നെ പഴഞ്ചൊല്ലുകൾ, അല്ലെ, പഴയ ആൾക്കാരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഞാൻ എന്തൊക്കെ പറഞ്ഞു, ഉദ്ധരണികൾ, കഥകൾ, ഫലിതങ്ങൾ, പഴഞ്ചൊല്ലുകൾ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു പൊടിപ്പും തൊങ്ങലും കൂടി ചേർത്ത് നമ്മുടെ പ്രസംഗത്തെ കൂടുതൽ മേന്മ വരുത്താനായിട്ടുള്ള ഘടകങ്ങളാണ്. അപ്പം അത് എല്ലാം നമ്മളൊന്ന് ശേഖരിച്ച് വെച്ചിരിക്കണം. അതൊക്കെ നമുക്ക് അത് ഉപയോഗിക്കാനായിട്ട് ഒരുപാട് കറി ഉപയോഗിക്കരുത്. പക്ഷെ ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മേമ്പൊടി, പാചകം അറിയാവുന്നവർക്ക് അറിയാം. അപ്പൊ അതിനാവശ്യത്തിന് മാത്രം നമ്മൾ യൂസ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് യൂട്യൂബ് ഉണ്ട്. യൂട്യൂബിൽ കയറിയിട്ട് നമ്മൾ ഇത് സമാനമായിട്ടുള്ള വിഷയങ്ങളിൽ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളൊക്കെ ഒന്ന് കേൾക്കുന്നതല്ലാണ്. ഇതൊക്കെയാണ് ഒരു തയ്യാറെടുപ്പിന്റെ ഭാഗം. ഈ തയ്യാറെടുപ്പിന് ശേഷം യഥാർത്ഥ പെർഫോമൻസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സംബോധന. എങ്ങനെയാണ് നമ്മൾ സംബോധന ചെയ്യേണ്ടത്, ആരെയാണ് സംബോധന ചെയ്യേണ്ടത്, എങ്ങനെയാണ് സംബോധന ചെയ്യേണ്ടത് എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലെ? ആ സംബോധന ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ഒരു യോഗത്തിന്റെ അധ്യക്ഷനെയാണ് നമ്മൾ ഏറ്റവും ആദ്യം സംബോധന ചെയ്യേണ്ടത്. പലർക്കും അബദ്ധം പറ്റാറുണ്ട്. ഒരു അധ്യക്ഷനെ വേണം ആദ്യം സംബോധന. ഒരു പഞ്ചായത്ത് മെമ്പർ അധ്യക്ഷനാണ്, ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നെങ്കിൽ പോലും അധ്യക്ഷനാണ് കൂടുതൽ ആ ചടങ്ങിനെ സംബന്ധിച്ചോളം ഏറ്റവും കൂടുതൽ വിലയുള്ളത്, അതോറിറ്റി ഉള്ളത്. അപ്പൊ എപ്പോഴും നമ്മളത് ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ അധ്യക്ഷനെ വേണം സംബോധന ചെയ്യാൻ. അതിനുശേഷം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആരാണ് ഉദ്ഘാടനം ചെയ്യുന്നതോ അല്ലെങ്കിൽ മുഖ്യ അതിഥിയോ ആരാണ്, അതിനുശേഷം ഏറ്റവും അവസാനം സംബോധന ചെയ്യുന്നത് നമ്മുടെ തന്നെ സംഘടനയുടെ സംഘാടകരുടെ ഭാഗമായിട്ടുള്ള ആൾക്കാരെ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ സംബോധന കഴിഞ്ഞു കഴിഞ്ഞാലോ തുടക്കം വളരെയധികം വെൽ ബിഗൺ ഈസ് ഹാഫ് ഡൺ എന്നാണ് പറയുന്നത്. നമ്മുടെ തുടക്കം വളരെ ഗംഭീരമാകണം. അത് നേരത്തെ നമ്മൾ ആലോചിച്ചു. നമ്മുടെ തുടക്കം കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർ ഇത് കൊള്ളാമല്ലോ, ബാക്കിയും കൂടെ നമുക്കൊന്ന് കേൾക്കണം എന്ന് നമ്മുടെ ആൾക്കാർക്ക് തോന്നണം. ഇപ്പൊ ഭക്ഷണമൊക്കെ ഇങ്ങനെ നമ്മൾ കടയിലൊക്കെ ചെന്ന് ഭക്ഷണം ഇങ്ങനെ പൊരിക്കുന്ന ഉടനെ ഒരു മണം ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ ഇത് കൊള്ളാം എന്ന് നമ്മൾ ചിലപ്പം തോന്നും, അല്ലെ? അപ്പൊ ഒരു ഭക്ഷണം പാകം ചെയ്തോന്നറിയാൻ ഒരു വറ്റ് നോക്കിയാൽ മതി എന്ന് പഴയ ആൾക്കാർ പറയാറുണ്ട്. അപ്പൊ നമ്മുടെ ആ തുടക്കത്തിലെ ആ ഒരു വറ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ തുടക്കം. ആ തുടക്കം എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് ആയിരിക്കും സദസ്യർ തീരുമാനിക്കുന്ന ഇത് കൊള്ളാമെന്ന് തോന്നുന്നു, നമുക്ക് കുറച്ചുകൂടി ശ്രദ്ധിച്ച് നമുക്കൊന്ന് കേൾക്കണം. നമ്മൾ എത്ര നല്ലോണം പെർഫോം ചെയ്താലും ആൾക്കാർ, നമ്മുടെ ഓഡിയൻസ് അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? അതുപോലെ തന്നെ ഞാൻ കഥ പറയാം, ഫലിതം പറയാം, നർമ്മം പറയാം, അതെല്ലാം പറഞ്ഞു. പക്ഷെ അതെല്ലാം സന്ദർഭോചിതമാകണം, ആ സന്ദർഭത്തിന് യോജിക്കുന്നതാകണം. സന്ദർഭത്തിന് യോജിച്ചതല്ലെങ്കിൽ അത് കല്ലുകടിയായിട്ട് അനുഭവപ്പെടും. ആൾക്കാർ അത് ആസ്വദിക്കുകയില്ലെന്ന് മാത്രമല്ല, ആൾക്കാർ നമ്മളെ കുറ്റം പറയുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലാക്കാനുണ്ട്. അത് കൂടുതലായി അടുത്ത എപ്പിസോഡിൽ. താങ്ക് യു.